ഇത് എത്രാമത്തെ ബർത്ത്ഡേയാ? 26 വയസ്സായില്ലേ? അല്ലേ? ഈ അല്ല പിന്നെ ഈ ആദില എത്രാമത്തെ ബർത്ത്ഡേയാ ബിഗ് ബോസിന്റെ ഉള്ളിൽ? 25th. ഞങ്ങളെല്ലാം ഓൺലൈൻ മീഡിയാസ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ല ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. നോമിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? വിളിച്ചെല്ലാരും വന്നിട്ടുണ്ടായിരുന്നോ? ബിഗ് ബോസ് ഇതിന് മുന്നേ എത്ര ഗ്രാൻഡ് ആയിട്ട് ഒരു പരിപാടി നടത്തിയിട്ടുണ്ടോ? ആക്ച്വലി അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന വലിയ താല്പര്യമല്ല. പക്ഷെ ഇപ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. 26ാം പ്രാവശ്യം ട്രിപ്പൊക്കെ പോയതാ രണ്ടുപേരും ഒരുമിച്ചിട്ട്. അപ്പൊ ഇപ്രാവശ്യം വിചാരിച്ചു നമുക്ക് കുറച്ച് കൂടുതൽ പീപ്പിൾ ടു അവർ ഫാമിലി പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ പോലെയും കൂടെ ആവുമല്ലോ. ഇറങ്ങി വന്നതിന്റെ ഒരു ഇതിൽ നിൽക്കുകയാണ്. അവരോട്ട് അങ്ങനെ കമ്പനി ആവാനും നമുക്ക് കമ്പനി അല്ല എല്ലാവരും ഒന്ന് കാണാനൊക്കെ. ഇപ്പൊ ഓരോ സംഭവങ്ങൾ നമ്മള് ചോദിക്കാം. ഇത്രയൊക്കെ തന്നെയുള്ളൂ, വേറെ അധികം ചോദിക്കാന്നില്ല. ബിഗ് ബോസിന് ശേഷം എങ്ങനെയുണ്ട്? ഇറങ്ങിയ ശേഷം എല്ലാവരും റെസ്പോൺസ് നല്ലതായിരുന്നു. കാരണം കുറെ സാബുചേട്ടൻ പുള്ളിയുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ എടുക്കാറില്ല. നല്ല റെസ്പോൺസ് ആയിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷയില്ല അത്രക്ക് നല്ല റെസ്പോൺസ് ഉണ്ട്. ഒത്തിരി പ്രതീക്ഷിക്കാതെ വന്ന ഒരു ലവ് ആയതുകൊണ്ട്. ഇപ്പൊ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പൂമ്പാറ്റകളെ എന്നാ എല്ലാരും വിളിക്കാറ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതോ എങ്ങനെ? ഈ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. ഇപ്പം നമ്മുടെ കൂട്ടത്തിലാണെങ്കിൽ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പൊ ആ ഒരു സ്നേഹത്തിന് മുന്നിൽ എന്താണ് പറയാനുള്ളത്? ഈ നൂറയ്ക്ക് ഒരുപാട് ആൺസുഹൃത്തുക്കൾ ഫാൻസായിട്ട് ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അപ്പം അതിലേക്ക് അതിനോട് എന്താണ് പറയാനുള്ളത്? എന്നുള്ള രീതിയിലൊന്നുമല്ല, ഞാൻ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അല്ല ബിഗ് ബോസിലും ആ ഒരു ഇതിലല്ലേ പോയത്? അതെ അതെ, സപ്പോർട്ടർ എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരാളെന്നുള്ള രീതിയിൽ പോയതാണ്. പാരൻസിനെ മാക്സിമം നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു, നടക്കാത്ത സാഹചര്യത്തിൽ പോയതാണ്. ഇത് ഈ ബിഗ് ബോസിന് ശേഷവും അവർക്ക് ഗാർഡിയൻ എന്നുള്ള രീതിയിലുള്ള കാര്യം പറഞ്ഞതെന്നറിയാം. അവർ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് കുട്ടികളാണ്. അവർ നന്നായിട്ട് അവർ തന്നെ സെൽഫായിട്ട് വർക്ക് ചെയ്ത് അവർ സ്വന്തമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ അകത്ത് പോയപ്പോഴത്തേക്ക് പുറത്തൊരു സപ്പോർട്ടിങ് എന്തായാലും വേണമല്ലോ. ആ സപ്പോർട്ടിങ് ഞങ്ങളൊക്കെ നിന്ന് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. എയർപോർട്ടിൽ ഭയങ്കര ക്രൗഡായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. കാരണം വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു മീഡിയാസിൻ്റെ അടുത്ത്, നിങ്ങൾ ബാക്കിലോട്ട് പോകണമെന്ന്. പിന്നെ നമ്മൾ ഈ പെൺകുട്ടികളും കുറച്ച് ആൾക്കാർ മാത്രമാണ് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അവരിങ്ങനെ പുറകിൽ പോകെ എൻ്റെ കാലിന് ചവിട്ട് കിട്ടുകയും എൻ്റെ ബോഡിയിൽ ഉന്തയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് ആക്ച്വലി ഞാൻ തന്നെ ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ബിഹേവ് ചെയ്യേണ്ടി വന്നത് ശരിക്കും ഞാൻ ആരെയും എടുത്ത് പ്രശ്നമായിട്ട് പറയണമെന്നല്ല. മീഡിയാസിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നിങ്ങളൊന്ന് ബാക്കിലോട്ട് പോയിട്ട് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു അവിടേക്ക് ചെന്ന് നിൽക്കണമെന്ന്. പക്ഷെ അത് സംഭവിക്കാതെ അത് മൊത്തത്തിൽ എല്ലാവരും കൂടെ ഇതായി അതിനകത്ത് വന്ന് നിന്ന് പെൺകുട്ടികൾക്കൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ആ സാഹചര്യം നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായ സമയത്താണ് എൻ്റെ ഒരു റിയാക്ഷൻ. ആ ഒരു അവസരത്തിൽ ഈ പറയുന്ന പോലെ പെൺകുട്ടികളാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ പ്രൊട്ടക്ട് ചെയ്യാനായാലും ഒരാൾ മുന്നിൽ വേണം. അപ്പോൾ അങ്ങനെ തന്നെ നിന്നത്. പക്ഷേ അത് കുറ്റം പറയുന്നതല്ല, എൻ്റെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ ഉണ്ടായിരുന്നു. അത് അവരുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയ എൻ്റെ പേഴ്സണൽ സ്പേസിൽ കടന്നു കഴിഞ്ഞു, എൻ്റെ ശരീരത്തെ തൊട്ടു, എൻ്റെ ശരീരത്തിലേക്ക് കടന്നു കയറുന്ന സാഹചര്യത്തിലാണ് എനിക്ക് റിയാക്ഷൻ വന്നത്. ഒരിക്കലും സംസാരം കൊണ്ടല്ല ബിഹേവിങ് വന്നത്. നമ്മൾ ഡിഫെൻഡ് ചെയ്യില്ലേ, അത് അത്രയും അവരിങ്ങനെ മാറാൻ പറഞ്ഞിട്ടും അത്രയും ഒച്ച എടുത്തിട്ട് തൊഴുത് പറഞ്ഞിട്ടും ഞാൻ അതിനകത്ത് പറയണ്ട തൊഴുത് പറയണ്ട, ഒന്ന് മാറും അങ്ങനെ ഒന്നും കേൾക്കാത്ത സാഹചര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ട് വന്ന സമയത്താണ് ആ റിയാക്ഷൻ വന്നത്. എന്തായാലും കഴിഞ്ഞു. പക്ഷെ ഇന്ന് നൂറയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് ഭയങ്കര സന്തോഷം, ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നു. നൂറ ഇവിടെ അവരിറങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ അവരുടെ സെലിബ്രേഷൻ കൂടി. സോ ആദ്യത്തെ ഗെറ്റ് ടുഗദർ ആണോ? അല്ല, ഗെറ്റ് ടുഗദർ അല്ല, ഇത് അവരിറങ്ങിയതിന് ശേഷം നൂറയുടെ ആദിലയുടെ ആദ്യത്തെ ഒരു ഇവൻ്റാണ്. അകത്ത് വെച്ചിട്ടായിരുന്നു ആദിലയുടെ ബർത്ത്ഡേ, അത് ആഘോഷിച്ചു. പുറത്ത് അവരെല്ലാവരും കൂടെ ഗ്യാദർ ചെയ്തു. സന്തോഷം. ഇതേപോലുള്ള ആഘോഷങ്ങൾ തുടരട്ടെ. ഇനി ആഘോഷങ്ങൾ തുടരും, മുന്നോട്ട് പോകും. എല്ലാവരുടെ സപ്പോർട്ട് അവർക്ക് എപ്പോഴും ഉണ്ടാവണം. തീർച്ചയായും. വിളിച്ചെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു? ഉറപ്പായിട്ടും വിളിച്ച എല്ലാവരും വന്നിട്ടില്ല, എല്ലാ കണ്ടസ്റ്റൻസിനെയും വിളിച്ചു. കുറെ പേരൊന്നും വന്നിട്ടില്ല. ഷാനവാസ് അവരൊക്കെ എന്താണെന്ന് അറിയത്തില്ല. വിളിച്ചു എല്ലാവരും വിളിച്ചു.
അവർ വിളിച്ചു, എല്ലാ ആൾക്കാരെയും ഫോൺ വിളിച്ചു. അവർ കിട്ടിയോന്ന് എനിക്കറിയില്ല, എല്ലാ ആൾക്കാരുടെ അടുത്തും കോൺടാക്ട് ചെയ്തിരുന്നു. പിന്നെ കുറച്ച് വേറെ ഒരുപാട് ആൾക്കാർ ഉണ്ട് അവിടെ. ലക്ഷ്മീനൊക്കെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആരെയും അങ്ങനെ പ്രത്യേകിച്ച് ഒഴിവാക്കിയിട്ടൊന്നും അല്ല അവർ സെലിബ്രേറ്റ് ചെയ്യാൻ. കുറെ ആൾക്കാർ പ്രോഗ്രാം വേറെ കുറെ ഇനാഗ്രേഷൻസ് ഉണ്ട്. ലക്ഷ്മിയൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് എത്തിയത്. പ്രത്യേകിച്ച് ആരും, എനിക്ക് നമ്മുടെ സാബുമാനും പിന്നെയും ട്രിവാൻഡ്രത്തുനിന്നാണ്. ബാക്കിയുള്ളവരൊക്കെ ഏകദേശം ഈ ഒരു ലൊക്കാലിറ്റി എന്നൊക്കെ തന്നെയാണ്. ശരി, എന്തായാലും അപ്പം നൂറയുടെ ബർത്ത്ഡേ ആണ്. എങ്ങനെയുണ്ടായിരുന്നു ആഘോഷം? സൂപ്പറായിരുന്നു. അവർ നമ്മുടെ പിള്ളേരല്ലേ, നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കൊച്ചുകളാണ്. എൻ്റെ കല്യാണത്തിനൊക്കെ അവരുണ്ടായിരുന്നു. ഞങ്ങൾ ബിഗ് ബോസ് വരുന്നതിന് മുന്നേ തന്നെയുള്ള പരിചയമാണ്. അപ്പം അത്രയും കൂട്ടാണ്ട് നിൽക്കുന്ന പിള്ളേരാണ്. അപ്പം എങ്ങനെ പരിചയപ്പെട്ടു ഇവരെ? അതിലെന്ന് സോഷ്യൽ മീഡിയയിലുള്ള പരിചയം തന്നെയാണ്. അങ്ങനെ അപ്പം കാരണം ഇവരെ പണ്ട് തൊട്ടേ ഇവരുടെ ഈ ഇഷ്യൂ നടക്കുന്ന സമയം മുതൽ തന്നെ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് അതിനുശേഷം പിന്നെ ഇവർ നന്നായിട്ട് ഇവരുടെ ലൈഫ് മുന്നോട്ട് പോകണമെന്ന് അറിയുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങളെങ്ങനെയോ കോൺടാക്റ്റിലായി. നമ്മളൊരു സൗഹൃദമുണ്ട്, നമ്മുടെ സഹോദരങ്ങളെ പോലെ കാണുന്ന പിള്ളേരാണ്. അവരുടെ പരിപാടി നടക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ബിഗ് ബോസ് ഇറങ്ങി കഴിയുമ്പോൾ അവരുടെ ആദ്യത്തെ പരിപാടി കൂടെ അല്ലേ, അപ്പോൾ നമുക്ക് പറയുന്ന സന്തോഷമല്ലേ. അപ്പോൾ നൂറയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ, അതിന് കമൻറ്റ് ചെയ്തേക്ക് ഹാപ്പി ബർത്ത്ഡേ. അതായത് ഇവർ ഈ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ വരുന്നതിന് മുന്നേ കമ്പനി ഉണ്ട് ഇവരൊക്കെ ആയിട്ട്? ഇല്ല, അങ്ങനെ കാരണം നമ്മളെല്ലാവരും അറിയുന്നത് എങ്ങനെയാണ് പ്രോബ്ലം വരുന്നത്. നിങ്ങൾ എല്ലാവരും അറിയുന്നത് അങ്ങനെയല്ലേ. നമുക്ക് വേറെ പേഴ്സണൽ അങ്ങനെ അനുമുള്ള പരിചയമില്ലല്ലോ. അതിനുശേഷമുള്ള പരിചയത്തിൻ്റെ പുറത്താണ് കമ്പനിയാണ്. അങ്ങനെ എങ്ങനെയുണ്ട് എല്ലാവരെയും കണ്ടപ്പോൾ? സന്തോഷം. കാരണം ഈ ഞങ്ങളുടെ വന്നപ്പോൾ പറയുമായിരുന്നേ, സീസൺ 6 ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബർത്ത്ഡേ പരിപാടി നമ്മളിങ്ങനെ തുടങ്ങി വെച്ചാണ്. അപ്പോൾ അത് ഇവർ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും നമ്മൾ ആദ്യം അപ്സെറ്റിൻ്റെ പരിപാടിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എല്ലാവരുടെയും കഴിഞ്ഞു. നമ്മളെ പരിപാടി ഇനിയിപ്പോൾ ഒരു നടത്തേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരത് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് സന്തോഷം വരുന്ന ആൾ. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കകത്ത് അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റും വാക്കുവാദങ്ങളൊന്നും കാര്യമില്ല. അപ്പോൾ നന്നായിട്ട് പോട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ട് പോട്ടെ. എല്ലാരും കൂടി ഒരു കൂട്ടായ്മ എങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ? എന്താണ് എല്ലാരും കൂടി കൂട്ടായ്മ പോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ? പുതിയ ഗ്രൂപ്പും അല്ല പുതിയ ആൾക്കാരും പഴയ നമ്മുടെ ആരം എന്ന് പറഞ്ഞ ബിഗ് ബോസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. അതിനകത്ത് 1 മുതൽ ഇപ്പോൾ 7 വരെ ആൾക്കാരുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് ഒരു 100 മുകളിലുള്ള ആൾക്കാർ, 7 സീസണിലെ 100 മുകളിലുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിനകത്തുണ്ട്. പരിപാടിയൊക്കെ നല്ല ഗംഭീര പരിപാടിയായിരുന്നു. പിന്നെ എൻ്റെ നാട്ടിലല്ലേ, ഫോട്ടോച്ചിലല്ലേ പരിപാടി. അപ്പോൾ അതുകൊണ്ട് എന്താണ് എല്ലാവരെയും ഇവിടെ കാണാൻ പറ്റി. അങ്ങനെ ഒരു സന്തോഷം. കുറച്ച് നാൾക്ക് ശേഷമാണ് ഇപ്പോൾ എല്ലാവരും കൂടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഇറങ്ങിയുള്ളല്ലോ. ഇപ്പോൾ സീസൺ 7 ആൾക്കാരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് ഹൗസിന് ശേഷം ഇപ്പോഴാണ്, കാരണം ബർത്ത്ഡേ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനിടയിൽ കുറച്ച് പേരെ കണ്ട്, ജിഷേൽ, ആര്യൻ, അക്ബറിനൊക്കെ ഞാൻ മീറ്റ് ചെയ്തു. എല്ലാവരും കൂടി ഒരു റീയൂണിയൻ പോലെ നല്ലൊരു പരിപാടിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ? നല്ല രസമുണ്ടായിരുന്നല്ലോ. ആക്ച്വലി നല്ല ഇനീഷ്യേറ്റീവ്. കാരണം ആദിലനൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബിയോണ്ട് ദ ഗെയിം എല്ലാവരുടെയും ഒരു ഇഷ്ടമായിട്ടുള്ള ഒരു ഒരു കപ്പിളാണ് അവർ. പൂമ്പാറ്റകൾ എന്നുള്ളത് നമ്മളുടെ രീതിയിൽ എനിക്ക് സിസ്റ്റേഴ്സാണ് ഒബ്വിയസ്ലി. അതേപോലെ നമ്മുടെ ഗെയിമിനുള്ളിലും പുറത്തും ഒരു എൽഡർ ബ്രദറിനെ പോലെ ഇപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഞാനാണ്. ഈ സ്ഥലം സജസ്റ്റ് ചെയ്ത് നീലപ്രാണോ? ഈ സ്ഥലം ഞാൻ സജസ്റ്റ് ചെയ്തായിരുന്നു നേരത്തെ. നമ്മുടെ ദിയ വിളിച്ച് ചോദിച്ചായിരുന്നു ഒരു സ്ഥലം ഫുഡ് കോച്ചിൽ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമുക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ആണത്. അപ്പോൾ ഞാൻ ഈ സ്ഥലം സജസ്റ്റ് ചെയ്തായിരുന്നു. അതല്ലാതെ പക്ഷേ എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ നമ്മുടെ കുറച്ച് പഴയ സീസൺസിലുള്ള ആൾക്കാരായിട്ട് ഓൾറെഡി ഇവിടെ ഇതുണ്ട്, അവർക്ക് ടൈപ്പ് ഉണ്ട്. സോ ഐ തിങ്ക് റെസ്മിനായിരിക്കും അറേഞ്ച് ചെയ്തത്, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഞാൻ സജസ്റ്റ് ചെയ്തായിരുന്നു നേരത്തെ ചോദിച്ചപ്പോൾ ഫുഡ് കൊച്ചിയിൽ വേണമെന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ വെക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സ്ഥലം പറഞ്ഞു. ഇവരെ കുറെ ആൾക്കാർ മാറ്റി നിർത്തിയിരുന്നല്ലോ. ഒരുവിധ ആൾക്കാരൊക്കെ ഇവരെ ചേർത്ത് പിടിക്കുന്നില്ലേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം? ആദ്യം പറയാനേ അല്ല, അങ്ങനെയല്ല. എറണാകുളത്തുള്ള ആൾക്കാരൊക്കെ തിരുവനന്തപുരത്ത് പഠിച്ചു വന്ന സാബുമാനും ബിന്നിയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ബിസി ആയിപ്പോയി. ഇപ്പോൾ അപ്പാണിക്ക് വർക്കുണ്ട്, അല്ലെ വന്നേനെ അഭിലാഷനും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു എന്തോ കാര്യങ്ങൾ കുറേ പേർക്ക് വരാൻ പറ്റിയിട്ടില്ല. മിക്കവരും വിളിച്ചിട്ടുണ്ടാവും ആക്ച്വലി. ആൾക്കാരൊക്കെ ഇവരെ അംഗീകരിച്ച് തുടങ്ങി. നമ്മളെല്ലാവരും ഇവരെ ചേർത്ത് പിടിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലൊരു അംഗമാണ് ഇവർ. അപ്പോൾ ഇപ്പോൾ എൻ്റെ മമ്മി വന്നിട്ടുണ്ട് ഇവിടെ, അവർക്ക് ഒരു മമ്മിയെ പോലെ തന്നെ സെയിം അത് അങ്ങനെയൊക്കെ ഒരു ബന്ധമാണ് നമ്മൾ ആക്ച്വലി അവിടെ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരുമായിട്ടും അങ്ങനെ ഒരു ബന്ധമുണ്ട്. കുറേ പേരായിട്ട് നമ്മൾ നല്ല കണക്റ്റഡ് ആയി. കാരണം എത്ര ദിവസം ഒരുമിച്ച് താമസിച്ചല്ലേ. ഇപ്പോൾ നമ്മുടെ ഫാമിലി ആണല്ലോ, ഒരു വലിയ ഫാമിലി. അപ്പോൾ ഈ ഒരു സീസണിലാണ് ബിഗ് ബോസിലുള്ളവർ നമ്മൾ ഇത്ര ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു ഫാമിലി കണക്ഷൻ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. ഞങ്ങൾ തുല്യ ദുഃഖിതരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണിപ്പുരക്ക് എല്ലാവർക്കും, അതായത് നമ്മൾ ഈ ഫസ്റ്റ് കയറിയ ആ ഒരു
വൈൽഡ് കാർഡ്സ് അല്ല, അതിന് മുമ്പ് കയറിയ ആൾക്കാരൊക്കെ 20 പേർക്ക് ഈക്വലായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു മാസം വസ്ത്രങ്ങളില്ലായിരുന്നു, ഒരു മാസം ഭക്ഷണം മര്യാദയ്ക്കുള്ള ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു തുല്യമായിട്ടൊരു ദുഃഖം ഉണ്ടായിരുന്നു കുറേ പണി കിട്ടുന്നതിൻ്റെ. ഒരു സമയത്ത് നിങ്ങൾ പണിപ്പുരയുടെ ടാസ്ക് കണ്ടാൽ തന്നെ എല്ലാവരും കൂടി ഒരു യൂണിറ്റ് ഉണ്ട്. അവിടെ പല ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിലും ഇല്ല നമുക്ക് വസ്ത്രം വേണ്ട, ഫുഡ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ അഗ്രിമെൻ്റ് ഉണ്ടാവുമല്ലോ. ഈ അഗ്രിമെൻ്റൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു എല്ലാവരും തമ്മിലൊരു കണക്ഷൻ ഓൾറെഡി വരും അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഓഫ് കോഴ്സ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് സ്ട്രാറ്റജി എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും ഫ്രണ്ട്സ്. അതങ്ങനെയാണ്. ഓക്കെ, അപ്പം തുടർന്നും ഇതേപോലെ ഒരുമിച്ച് എല്ലാവർക്കും ഡെഫിനറ്റ്ലി ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സൗമാനും, ഞാൻ നെവിനും, ഞാൻ അഭിലാഷും, അല്ലെങ്കിൽ ഞാൻ അക്ബറും, അങ്ങനെ കുറേ സാധനങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബിസിനസ് പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ബിസിനസ് പ്ലാനൊക്കെ അറിയിക്കാൻ പാടില്ല. ബിസിനസ് പ്ലാനൊന്നും ഇല്ല, അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. നമുക്ക് ഇനിയിപ്പോൾ കുറേ ആൾക്കാരെ കൂടി കാണാനുണ്ട്. ഇനി ഒരുപാട് പേര് ഇപ്പോൾ ഭയങ്കര തിരക്കുള്ള കാരണം കാണാൻ പറ്റിയിട്ടുള്ള ഷാനവാസ്, അനീഷ്, അനുമോളൊക്കെ നാളെ കാണും. അപ്പോൾ അങ്ങനെ കുറേ പേരൊക്കെ ഇനിയും കാണാൻ കിടക്കണേ ഉള്ളൂ. ഒരുപാട് ആൾക്കാരായിട്ട് എന്തായാലും നമ്മളിനി ഒരു മെഗാ റീയൂണിയൻ ഉണ്ടാവും എല്ലാവരും കൂടി. ആ ഒരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ യൂഷ്വലി ഈ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരാളല്ല ഞാൻ എന്ത് റീയൂണിയൻ്റെയും, പക്ഷേ എല്ലായിടത്തും ചേർന്ന് പോകും. അപ്പോൾ ഓർഗനൈസിങ് രസമുള്ള പരിപാടിയല്ലേ, എല്ലാവരും കാണാൻ, എല്ലാവരായിട്ടും ഗ്യാദർ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കാരണം വെച്ചാൽ നമ്മൾ അത്രയും ദിവസം അതിനകത്ത് നിന്നിട്ട് എല്ലാവരും ഒരു കണക്ഷൻ, ഒരു ബോണ്ട് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ മിസ്സാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ എല്ലാവരും അവരുടെ തിരക്കുണ്ടാകുന്ന കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുമ്പോഴായിരിക്കും ലൈക്ക് എല്ലാവരും മീറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബർത്ത്ഡേക്ക്